മഹത്വമുണ്ടായിരിക്കട്ടെ. ആത്മീയ യാത്രയിൽ എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന ഈ പരിപാടിയിൽ വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ ധ്യാനിക്കുവാനുള്ള അനുഗ്രഹകരമായ ദിവസങ്ങളിൽ ക്രൈസ്തവർ ചേർന്ന് പാടുന്ന അനവധി ഭക്തിഗാനങ്ങളിൽ, പ്രത്യേകാൽ ആരാധനാ ഗീതങ്ങളിൽ ശ്രദ്ധേയമായ ഏതാനും ഗാനങ്ങളാണ് ഇവിടെ ആലപിക്കുന്നത്. ഗതസമന മുതൽ ആരംഭിക്കുന്ന കഷ്ടതയുടെ ആരംഭം അങ്ങ് കാൽവറിയിലെ യാഗത്താലും അതിനുശേഷമുള്ള കബറടക്കം വരെയും ഓരോ സംഭവങ്ങളും വിവരിക്കുന്ന കുറേയേറെ ഗാനങ്ങളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ധ്യാനാത്മകമായി ഈ ഗാനങ്ങൾ ശ്രവിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. സുറിയാനി സഭയുടെ ആരാധന ഓരോന്നും ആരംഭിക്കുന്നത് ഒരു കൗമയോടുകൂടിയാണ്. എഴുന്നേറ്റ് നിന്ന് വിശ്വാസജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഓരോ പ്രാർത്ഥനയുടെയും ആരംഭത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കൗമ. ഹാശ ആഴ്ചകളിൽ അല്ലെങ്കിൽ കഷ്ടാനുഭവ ആഴ്ചകളിൽ ആരാധനയിൽ വ്യത്യസ്തങ്ങളായ കൗമ പ്രാർത്ഥനകളാണ് ഉള്ളത്. ദുഃഖവെള്ളി എന്ന് നാം കേട്ടു പരിചയിച്ച, നല്ല വെള്ളി എന്ന് ഏറെ ആളുകൾ ഹൃദയപൂർവ്വം വിളിക്കുന്ന, യേശുവിൻ്റെ മരണത്തെ സ്മരിക്കുന്ന, കുരിശിലെ യാഗത്തെ സ്മരിക്കുന്ന അനുഗ്രഹകരമായ ദിവസം പ്രഭാതത്തിൽ ആദ്യം പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത് കൗമയോടുകൂടിയാണ്. പീഠ താഴ്ചകളാൽ ഞങ്ങളെ രക്ഷിച്ചവനായ മശിഹ, അമശിഹായെ ഞങ്ങൾ വാഴ്ത്തി നമിക്കുന്നുവെന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. നമുക്ക് ഒരുമിച്ച് ധ്യാനാത്മകമായി ഈ ഗാനം ശ്രവിക്കാം. ഞങ്ങളെ രക്ഷിപ്പാൻ ന്യായ സ്ഥാനം പ്രാപിതനെ ദേവാ ദയ ചെയ്തിടണമേ. ദാസൻ തൻ അടികന്നത്തേറ്റ് കന്മാഷദാസരെ വീണ്ടോനെ ദേവാ ദയ ചെയ്തിടണമേ. തലമേൽ കോൽ കൊണ്ടടിയേറ്റിവർ തൻ പാപ ചീട്ടുപൊളിച്ചോനെ ദേവാ ദയ ചെയ്തിടണമേ. മന്നവരും വിധിനാഥന്മാരും കൊല്ലാൻ ചതിവാലാർന്നോരെ ദേവാ ദയ ചെയ്തിടണമേ. നീതിജ്ഞ പുണ്യനിധി സുഹിതാൻ ദ്രോഹികളാൽ വിധിയേറ്റോനെ ദേവാ ദയ ചെയ്തിടണമേ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ ഗതസമനയിലെ തോട്ടത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, രക്തം പോലും വിയർത്തുകൊണ്ട് ശ്രദ്ധയോടെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ മുതൽ അവൻ്റെ കഷ്ടാനുഭവം ആരംഭിക്കുന്നുണ്ട്. അവനെ പിടിക്കുവാനായി യഹൂദ ജനം ഓടിയെടുക്കുമ്പോൾ, അവൻ്റെ ഒപ്പമുള്ളവൻ അവനെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുമ്പോൾ, എല്ലാം ക്ഷമയോടെ സഹിച്ച ആ ക്രിസ്തുവിനെ അനവധി വിധിനായകന്മാരുടെ മുമ്പാകെ എത്തുകയാണ്. അവിടെയെല്ലാം തലകുനിച്ച് ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. ഇന്നാൾ നിന്നാൻ മൗലി നമിച്ച വിധിഗേഹത്തിൽ എന്ന ഗാനം നമുക്ക് ശ്രവിക്കാം.
ഗേഹത്തിൽ സർവവിധീശവിധീശൻ താൻ പിഴയിൽ നിന്നും നമ്മെ വിടുത്താൻ മത്സരികളിൽ ഏറ്റാൻ ദുഷി പരിഹാസങ്ങൾ ഇന്നാൾ വിധിപതി പീലാത്തോസേ ഇവനെ ക്രൂശിക്കെന്നായുധന്മാർ ആർത്തു ദ്രോഹികൾ ബാറാവായി ചോദിച്ചുത്തമസുതനെ നിഹനിപ്പാൻ കുരിശിൽ തൂക്കി ഇന്നാൾ തുപ്പലണിഞ്ഞാനേതൻ നാഥൻ പറുതി ആദാമിനു വീണ്ടും നമ്മെ ദുഷ്കൃതദാസ്യം നീക്കി കാപ്പാൻ ദാസ പ്രഹരത്തെ കന്ന തേറ്റാൻ ഇന്നാൾ ശിഷ്യന്മാരുടെ കൂറുതണു തുപരക്കം പാച്ചിലിനെ ശരണം തേടി ക്രൂശകമധ്യേ സത്യത്തിൻ ഗുരുനാഥൻ തനിയേ വ്യഥയും പീഡയുമേൽ ഇന്നാൾ യൂദജനം വിളിക്കൂട്ടി പീലാത്തോസേ മൂശാതൻ നിയമത്തെയും ശാപതിനെയും ജനതതിയെയും തെറ്റിക്കുന്നോരി മനുഷ്യനെ ക്രൂശിക്കാം. ഈ കഷ്ടതയും ഈ പീഡനവും എല്ലാം സഹിക്കുന്ന ക്രിസ്തു അവൻ ശരിക്കും ആരാണ്? മാലാഖമാരാൽ സ്തുതിക്കപ്പെട്ട് സ്വർഗോന്നതങ്ങളിൽ വാഴുന്നവൻ, ക്രോബകളുടെ മടിയിൽ വസിക്കുന്നവൻ, സെറാഫുകളുടെ പാട്ടുകൾക്ക് നടുവിൽ വസിക്കുന്നവൻ, സർവചരാചരങ്ങളുടെയും സ്രഷ്ടാവിൻ്റെ ഏകപുത്രൻ. അവനിന്ന് ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുകയാണ്. ഇന്നാൾ ശ്രാപ്പികൾ കാദീഷ് കാദീഷ് എന്നേവം വാഴ്ത്തുന്നവനെ തൂക്കുക തൂക്കുക എന്ന് ജനം ഭൂമിയിൽ ആർക്കുകയാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്വർഗത്തിൽ നിന്നും ഗീതം ഉയരുമ്പോൾ താഴെ മനുഷ്യകുലം അവനെ തൂക്കുക തൂക്കുക എന്ന് ആർത്തു വിളിക്കുന്നുവെന്ന ഗാനം നമുക്ക് ശ്രവിക്കാം. ഇന്നാൾ ശ്രാപ്പികൾ കാദീഷ് കാദീശന്നേവം വാഴ്ത്തുന്നോനെ തൂക്കുക തൂക്കുക എന്നാർത്തു കായപ്പകണം. ഇന്നാൾ ക്രോപകൾ മഹിതം ബഹുമതി താവകമെന്നാക്കുന്നോനെ നീക്കുക നീക്കുക എന്നുഴറി ശബ്ദജനങ്ങൾ. ഇന്നാളംബരമാരാൻ നിറയും അതു ചെറുത കായവനോടായി ചോദിച്ചാൻ നാടേതെന്ന നിന്നെൻ
പീലാത്തോസോടു ജനമാ ഈശോയെ നിഹനിച്ചിടാൻ ബാറാബായെ വിട്ടവനെ തൂക്കുക തരുവിൽ. ഇന്നാളാരുടെ ബലമഹിമാവി സൃഷ്ടികളെ താങ്ങിയിടുന്നു. അവനെ തരുവിൽ കുരിശിച്ചാർ ഗോകുൽത്തായിൽ. ഇന്നാൾ മണ്ണാലാദാമിനെന്ന് നീച്ചോര തൃക്കൈത്തണ്ടിൽ ആണിതറച്ച ശ്രീഭാമി തരുവിൻ മീതേ. ഇന്നാളുടയോൻ തരുവിൻ മീതേ ദാഹത്താൽ ജലമാരാകി. പാരാവാരം കൂറ്റൻ പോലാരവമേറ്റി. ഇന്നാൾ ശാസ്ത്രി പരീശന്മാരും നിന്ദ്യന്മാർ പട്ടക്കാരും ധാർമ്മികനെ പ്രതി സത്യം ചൊന്നിൽ ഉൾപ്പകയാൽ. ഇന്നാൾ ദുരിതം സിയോനെ ദേവാത്മജനെ ക്രൂശിപ്പോളെ. സഭയെ ഭാഗ്യം നീ അവനെ കൊണ്ടാടുകയാ. ഒരു വശത്ത് ഏറെ ഭയം ഉളവാക്കുന്ന ഒരു കാഴ്ച, കബറുകളൊക്കെ പിളർക്കപ്പെടുകയും പാറകളൊക്കെ പൊട്ടിത്തകരുകയും വാങ്ങിപ്പോയ എല്ലാവരും എഴുന്നേറ്റ് കടന്നു വരികയും ചെയ്യുന്ന അത്ഭുതവും ഭയവും ഉളവാക്കുന്ന കാഴ്ച. അവിടെ ക്രിസ്തു കാൽവറിയിൽ ആ തടിക്കുരിശിൽ രക്തം വാർന്ന് മരണപ്പെട്ടു എന്ന് യഹൂദർ വിശ്വസിച്ച മഹാസംഭവം നടക്കുകയാണ്. കഷ്ടതയും കണ്ണുനീരും ലോകത്തിൻ്റെ മുമ്പിൽ ഏറെ പ്രതിസന്ധികളുടെ പ്രതീകമാണെങ്കിലും രക്ഷയുടെ പ്രതീകമായി അതിനെ മാറ്റിയ ഗോകുൽത്ത, അതിനെയാണ് നമ്മൾ ഇവിടെ സ്മരിക്കുന്നത്. വെള്ളിദിനത്തിൻ ഉദയത്തിൽ എന്ന ഗാനം കുക്കോയോ എന്ന മനോഹരമായ സുറിയാനി ആരാധനയിലെ ഗീതങ്ങളിൽ ഒന്ന് ഇവിടെ ആലപിക്കുന്നു. വെള്ളിദിനത്തിനുദയത്തിൽ ജഗതി രക്ഷകനം ദേവാധിപനെ കുരിശിപ്പാനവരുൾ സുഖരായി പ്രകൃതി വിറച്ചു. ഭൂമി തലം ഞെട്ടി പാറ തകർന്നു. കൊടുമുടികൾ പതറി കബറുൾ വീണ്ടും മൃതന്മാരും നിർഗതരായി എത്തി. നാഥാത്മജനെ കുരിശിച്ച ശക്തർ നിന്ദിച്ചു. ഹാലേലുയ്യ ദുരിതമവർക്കെന്നും. ദൈവത്തിൻ ജീവാത്മജനം ജഗതി പാലകനെ ഗോകുൽത്താമേൽ സ്കീപ്പായിൽ ജനസംഘം തൂക്കി കണ്ടകമകുടം തിരുമൗലിയിൽ വച്ചു. കൈകൾ തറച്ചിട്ടവർ പുളി വീഞ്ഞേകി ലിഖിതം പോലെ പിളർത്തി വിലവയ്യോ. കുന്തത്താൽ ഗതിലോകത്തരുളും നീരും നിറവും പ്രവഹിപ്പു. ഹാലേലുയ്യ
ഉപസംസ്തുത്യം. സ്കീപ്പായിലെ ഈ യാഗത്തെ, കഷ്ടാനുഭവത്തെ ഹൃദയപൂർവ്വം നമ്മൾ ധ്യാനിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ മനോഹരമായ ഒരു ധ്യാനമുണ്ട്. സ്കീപ്പായിൽ കൈകൾ വിരിച്ചു കിടക്കുന്ന ഇവൻ ഭൂമിയെ മുഴുവൻ വിരിച്ചവനാണ്. കഷ്ടതയും പ്രയാസങ്ങളും എല്ലാം സഹിക്കുന്നവൻ യഥാർത്ഥത്തിൽ ഈ ഭൂമിയെ മുഴുവൻ ചമച്ചവനാണ്. ആദമനും ഹൗവയ്ക്കും വസ്ത്രമുണ്ടാക്കി കൊടുത്തവൻ ഇന്ന് നഗ്നനായി തൂക്കപ്പെടുകയാണ്. ഹൃദയപൂർവമായ, ഹൃദയത്തെ സ്പർശിക്കുന്ന ധ്യാനാത്മകമായ ഏറെ ഗാനങ്ങൾ ഈ ആശാഴ്ചയിൽ ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ എന്ന ഗാനം നമുക്ക് ശ്രവിക്കാം. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ, താഴ്ചകളേറ്റം ധന്യം നാഥ. താതയുധം ദ്യോവിരിച്ചോനേ, ചമ്മട്ടി വിരിച്ചവതാഠിച്ചു നിന്യസ്കീപ്പാ ഏൽപ്പാനേകി. ലോകാധർമ്മം മോചിച്ചിടാൻ അവനെ ഗോകുൽ തമേൽ തൂക്കി. ആദാം ഹൗവ എന്നോർക്കീകി, പറുദീസിൽ താൻ തേജോവസ്ത്രം തൻ തൂക്കിൽ ചിന്തി. ആദാമക്കൾ പറുദീസായിൻ നന്മയ്ക്കെതിരായി ചീട്ടിട്ടാർത്തൻ വസ്ത്രത്തിനായി. സൽസേവകരാം സഭയുടെ മക്കൾ ഉചിത സ്തുതി രാജാവിന്നീകും. കൂലിക്കവരെ കൂട്ടിച്ചേർത്താൻ മൂന്നാം മണിയിൽ തരുവിൻ മീതേ. തൻഹാശായി സ്തോത്രം ചെയ്യുവാൻ നിൻവീഥി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ ഈശാ. ആരാധനയിലെ ഏറെ മനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണ് ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക, നിൻ ഹാശായിൻ കഷ്ടതയാൽ നേടണം അവകാശം രാജി എന്ന ഗാനം. ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനകളോടെ നിന്റെ കഷ്ടതയുടെ, നിന്റെ ഹാശായുടെ അനുഭവം, അതിനാൽ ഞങ്ങൾക്കും രാജ്യം, സ്വർഗരാജ്യം നേടിത്തരണമേ എന്നുള്ള പ്രാർത്ഥന. ഭൂമി മുഴുവൻ ഇരുളടഞ്ഞപ്പോൾ ഒരു വലിയ ഉദയം ഉണ്ടാവുകയാണ് കുരിശിലൂടെ എന്ന ധ്യാനം നമുക്കും ഈ ഗാനത്തിലൂടെ ശ്രവിക്കാം. ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക, നിൻ ഹാശായിൻ കഷ്ടതയാൽ നേടണം അവകാശം രാജ്യദേവാദയുണ്ടാകേണം നാഥ. കൃപ തോന്നേണമൻ പാൽ. വെള്ളിതിനെ ദോഷികളൊപ്പം പിഴയാളികൾ നിന്നെ തൂക്കി. ഉടയവനെ ക്രൂശിൽ കണ്ട് സൃഷ്ടിഗണം കൂരിരുളാണ്ടു. അട്ടഹസിച്ചാൻ തരുവിന്മേൽ
ശ്രദ്ധിച്ചു സൃഷ്ടികളെല്ലാം. ചെറിയൊരു വീടതിലെന്നോണം ധരണിയിലെങ്കും കേട്ടവരും ഗോകുൽത്തായിന്നുപരിതലേ നാഥത്തെ ശ്രദ്ധിച്ചപ്പോൾ മിണ്ടാ പ്രകൃതികൾ ചൊന്നേവം ശബ്ദജനത്തിനു ഹാ കഷ്ടം ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ. വെള്ളിതിനെ ദോഷികളൊപ്പം പിഴയാളികൾ നിന്നെ തൂക്കി. മാധുര്യത്തിൻ നീരുറവ് കേകി കൈപ്പും പുളിവീഞ്ഞും. മന്നോർ മുടിമുടയുന്നോനെ മുള്ളുകളാൽ മുടിയണിയിച്ചാർ. ഏതൻ ചവളമൊഴിച്ചോന്റെ ഹൃത്തു പിളർന്നു ചവളത്താൽ. ക്രൂശകരതി നിന്നാപൂർവം ഘോഷിച്ചാർ നീ ദൈവത്തിൻ നന്ദനനെങ്കിൽ ശ്ലീബായിൻ തരുവിൽ നിന്നുമിറങ്ങി വരൂ. കൽപ്പനയാൽ മൃതർ വന്നെത്തി ദുഷ്ടജനത്തെ ശാസിച്ചു. ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ. ഈശോ നൃപതേ ജേതാവേ സ്തോത്രം തേ തൃത്വത്തിനായി. കഷ്ടത തീണ്ടിടാത്തൊരു നിൻ നിത്യസ്ഥിതി അതിനായി സ്തോത്രം. നിൻ ശ്രേഷ്ഠത വെളിവാക്കിയൊരാ ജഡധാരണമതിനായി സ്തോത്രം. നിൻ മഹിമാവിൻ ഉന്നതിയെ താഴ്ത്തിയ കരുണയ്ക്കായി സ്തോത്രം. ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ. സ്കീപ്പൂസായിൻ മുറിവുകളാൽ നീ കാത്തോരിടവക നിന്നെ. ഹാലേലുയ്യ ഗീതികളാൽ വാഴ്ത്തുന്നു മൂന്നാം മണിയിൽ. പ്രേഷകതാതൻ ഉന്നതിയും നദി പരിശുദ്ധാത്മാവിന്നും. ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ. ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം രാജീദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ. കുരിശിൽ കിടന്നുകൊണ്ട് പിടയുമ്പോഴും അവനെ അടിക്കുന്നവരുണ്ട്. വിധി പറയപ്പോൾ 100 അടികൾ, കഷ്ടത, സഹനം ഈ വഴിയിൽ കൂടിയെല്ലാം ക്രിസ്തു നടന്നു പോകുമ്പോൾ അവനേറ്റ അനുഭവത്തിൽ ഏറെ വേദനയുണ്ടാക്കുന്നതുണ്ട്. പ്രവചിക്കുക മശിഹ, നിന്നെ അടിച്ചവൻ ആര്? നിന്നെ ഞങ്ങൾ അടിക്കുകയാണ്, ആരാ ഞങ്ങളെ അടിച്ചതെന്ന് നീ പ്രവചിക്കുക. നീ മശിഹ അല്ലേ? നീ മശിഹ ആണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാ. വെല്ലുവിളികളും ആഘോഷങ്ങളും തുപ്പലുകളും നടുവിലൂടെ ആ ക്രിസ്തു നടന്നും കയറുകയായിരുന്നു ഗോകുൽത്തായിലേക്ക്. സകലം മോചിച്ച കുഞ്ഞാട് അതിധന്യൻ എന്ന ഗാനം അവനെ സ്തുതി പാടുവാൻ വേണ്ടിയുള്ള ഒരു ഗീതം കൂടിയാണ്, ആരാധന കൂടിയാണ്. ഈ പാട്ട് ഹൃദയപൂർവ്വം നമുക്ക് ശ്രവിക്കാം.
സകലം മോചിച്ച കുഞ്ഞാടതി ധന്യൻ, സ്തുതിയകിലം രുധിരാൽ വിടുവിച്ചോനേ. നിർമ്മലമായിടും ജീവനയാഗത്തിൻ സ്കീപ്പായെ കാൺമാൻ ജനത തിരിച്ചു. പ്രവചിക്കുക മശീഹ നിന്നെ അടിച്ചോനാർ എന്നിവരുൾഘോഷി ചാക്ഷേപിച്ചു. കുത്തും താഠനവും ക്ഷമയൊടു കൈക്കൊണ്ടാൻ ശാന്തന് നിന്നീച്ചാർ കോപമവനുണ്ടായില്ല. അത്ഭുത കുഞ്ഞാടിൻ കാഴ്ചയ്ക്കായി ചെന്നു ഉത്സവമെന്നോണം തരുസവിധത്തിൽ. സ്കീപ്പാത്തോളിന്മേൽ ഏന്തിടും നോനെ യെരൂശലേംകാരാം നാരികൾ കണ്ടു. ഉയിരോടാനന്ദം ചേർത്തിടും നോനായി വിലപിച്ചിടാനവരാരംഭിച്ചു. നൃപനെ കൊണ്ടെങ്ങിഹ പോകുന്നു, രക്ഷകനെ എന്തിൻ ഈ തരുനീ പേറിടുന്നു. ദാവീദിൻ ഗീതം തമ്പുരുനാദത്തോടവരാലാപിച്ചി തഴലൊടു കേണു. സ്കീപ്പായേന്തിടും അവനെ കണ്ടപ്പോൾ സ്ത്രീജനമത്യന്തം മാലൊടു കേണു. അവരുടെ നേരെ താൻ അങ്ങു തിരിഞ്ഞോതി, നാരികളെ എന്തിൻ ഇതി കേഴുന്നു. യെരൂശലേമിനായി മുറവിളിക്കാന്തന്മാർ കാതിതനൂജർക്കായി നിലവിളി ഞാൻ മാതാവാ. യെരൂശലേമേ നിൻ നാശമിതാസന്നം, നിൻ സുതർദാസ്യത്താൽ ചിതറും നൂനം. ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം നമ്മൾ ധ്യാനിക്കുമ്പോൾ യഹൂദ മത ആചാരത്തിൻ്റെയും യഹൂദ വിശ്വാസത്തിനും നേർവിപരീതമായി രാത്രിയിൽ സന്നിധി സംഘം കൂടുകയും അവരുടെ ന്യായത്തിനും അവരുടെ വിശ്വാസത്തിനും എതിരായി കുറ്റമില്ലാത്തവനെ കുറ്റപ്പെടുത്തുകയും കൊല്ലുവാൻ ശിക്ഷ വിധിക്കുകയും ചെയ്ത ദയനീയമായ കാഴ്ചയാണ് ഈ വെള്ളിയുടെ ധ്യാനം. ദുഃഖവെള്ളിയാഴ്ച എന്ന ആരാധനയുടെ ഏറെ ശ്രദ്ധേയമായ ആരാധനാ ഗീതങ്ങളിൽ ഒരു ഗാനമാണ് സിയോനെ മശിഹായെ ക്രൂശിച്ചോളെ. നിന്റെ നിയമം എടുത്ത് വായിച്ചു നോക്കുക, നിന്റെ ന്യായപ്രമാണങ്ങൾ വായിച്ചു നോക്കുക. കണ്ണിന് കാഴ്ച കൊടുത്തവനെ, കണ്ണിന് പകരം കണ്ണ് എന്ന ന്യായവിധി അവന് നൽകുവാൻ നിനക്കെങ്ങനെ സാധിച്ചുവെന്ന് ഈ ഗാനരചയിതാവ് നമ്മോട് ചോദിക്കുന്നുണ്ട്. മനോഹരമായി ഗാനം
ധ്യാനാത്മകമായി നമുക്ക് ശ്രവിക്കാം. സിയോനെ മശീഹായെ ക്രൂശിച്ചോളേ, ഹാ കഷ്ടം ഭാഗ്യം സഭയേ സ്തുതി മഹിതേ, ഏറ്റാനടി മൗനം വിധിഗേഹം വിമലൻ, ശൂന്യത്താൽ ഈശോയെ പ്രതിയാർത്തു. വിധിനാഥ ഞങ്ങളെ നിന്ദിക്കും യോസേപ്പിൻ സുതനെ തൂക്കിടുക, സൗഖ്യതനെ തള്ളുകയാൽ ഭൂവധികം ഭ്രമമാർന്നു. താനടിയേറ്റപ്പോൾ ലഗിയോൻ വിറപൂണ്ടു, സ്രഷ്ടാവിനധികാരികൾ നിന്നതിനാൽ ചിറകുവിടത്താരവരെ ചുടുവാൻ ജനകാംഗ്യം ശമനമവക്കേകി, തിരുവുളമായി ദുഷിയേറ്റാൻ തീവൂണ്ടോൻ ശമമാർന്നു. ന്യായേശാവായിക്കുക നോക്കുക നിയമം, കൊന്നീടും ഒരു നാളും ധാർമ്മികനെ, പ്രതിദാനം കണ്ണിനു കണ്ണല്ലോ, കുരുടാക്കായി കാഴ്ച കൊടുത്തീശോ, കാണിച്ചിടുക നിയമം ചൊല്ലും ദേഹനീതി. ഘാതകനെങ്കിൽ നിയമത്താലെന്തുളവാം, പ്രാണപ്രദനാണെന്നാലൻ തരുളുന്നു. ലാസറസേ വിധവാനന്ദനനെ, പ്രഭുസുതയാം ബാലികയേ വരുവിൻ, ഉയിർപ്പൂണ്ടോരാമൃതരെ നിന്ദിപ്പിൻ ക്രൂശകരേ. കുറ്റം ചെയ്താനാദം സുന്ദരരൂപൻ, ദാസനെ വീണ്ടിടാനുടയോൻ നിന്നുള്ളിൽ, അടിയാനെ പ്രതിയടിയേറ്റുടയോൻ സ്വഗദാസൻ സ്വാതന്ത്ര്യം നേടി, ദോഷിയെ സംരക്ഷിപ്പാൻ ധർമ്മപരൻ ഹിതമാർന്നു. ക്രൂശിതനായി
രക്ഷകരേരക്തം വിമലം ഞെട്ടിടുവിൻ. വീരന്മാർത്തൻ പുരിയതിനാലഴിവാകും. പ്രബലപുരി യെരൂശലേമിൻ്റെ സ്ഥാപനകൾ കരുതി കൊടുത്തയ്യോ. സ്കീപ്പായാൽ നിന്നെ നശിപ്പിക്കും നിൻ വിധിയേറ്റോ. നീതിവിധിനാഥനു നീ കാണിച്ചിടുക. അന്യായത്തോടു തമനെ പിടികൂടി. കായിന്യ ദോഷികൾ പാവനമാം ആടിൻ്റെ രക്തത്തിനു ദാഹിച്ചു. വിധിനാഥ ദോഷികളോ തഴിയായി കരുതിടുക. സ്രഷ്ടാവിൻ്റെ ഏകപുത്രൻ ഗാഗുൽത്താ മലയുടെ മുകളിൽ നഗ്നനായി മനുഷ്യൻ തൂക്കുമ്പോൾ പ്രകൃതി ഈ മനുഷ്യൻ്റെ ദുഷ്ടതയ്ക്ക് എതിരെ നിൽക്കുകയാണ്. തങ്ങളുടെ സ്രഷ്ടാവ് ഗാഗുൽത്താ മലയുടെ മുകളിൽ നഗ്നനാക്കപ്പെടുമ്പോൾ സൂര്യൻ അതിൻ്റെ പ്രഭ മങ്ങുകയാണ്. ചന്ദ്രൻ അതിൻ്റെ പ്രകാശം ഇല്ലാതെയാക്കുകയാണ്. തന്നെ സൃഷ്ടിച്ചവൻ നഗ്നനാക്കപ്പെട്ടപ്പോൾ പരിഹസിക്കപ്പെടുന്നത് ലോകം കാണുവാതിരിക്കുവാൻ തൻ്റെ പ്രകാശം ഇല്ലാതാക്കുന്ന സൂര്യൻ. മനോഹരമായ പിതാക്കന്മാരുടെ ധ്യാനങ്ങളിൽ ഒന്നാണ് മശിഹ സ്കീപ്പ മൃതി കഷ്ടതകൾക്കായി വന്നോനെ എന്ന ഗാനം. കഷ്ടതകൾ സഹിപ്പാനായി പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി ഭൂമിയിലേക്ക് വന്ന ഏകജാതനായ പുത്രനെ നമുക്കും ധ്യാനിക്കാം. മിശിഹാസ്കീപ്പാമൃതി കഷ്ടതകൾ കായ്വന്നോനെ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലൻ ഉണ്ടാകേണം ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെന്താൽ. യാഥാർത്ഥം ജീവനെഴും ദൈവിക കുഞ്ഞാടെത്തി അർപ്പകരാം ആചാര്യന്മാരായി ക്രൂശകർ നിന്നു. ഗോകുൽത്തായിൽ സ്ലീബായാം തരുവിന്മേൽ തൂക്കി ദൂർവേലക്കാരക്കല്ലേറ്റി കെട്ടിന്മീതെ ആഴം വിണ്ണെന്നിവകൾക്കിടയിൽ തൂണായി നാട്ടി നിന്നാൻ വീരൻ പോൽ ലോകത്തിൽ ഭാരം താങ്ങാൻ ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമെന്താൽ. മധ്യാനത്തിൽ പൂരിയുൾ കുന്നി ചേക്ഷിതി മൂടി ജ്യോതിസിൻ
പൊയ്മയവൻ എന്നതിനാൽ തേറി വെള്ളിയിൽ വേട്ടം തേജസ്വിയെ വാഴ്ത്തിടാൻ മാഞ്ഞു ശ്രീപായേറ്റോൻ ദൈവാത്മജനെന്നുലകം കണ്ടു മധ്യാനത്തിൽ വൃക്ഷഫലത്തെ ആദാം തിന്നു ലജ്ജാപൂർവം തന്നോടതയിൽ കമ്പം പൂണ്ടാൻ ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ പാൽ സ്കീപ്പായിന്മേൽ നീതി മഹാർക്കൻ മേവിടുമ്പോൾ സൃഷ്ടികളിൽ ഞാനങ്ങനൊദിക്കും ചൊന്നാൻ സൂര്യൻ മോഷകമധ്യേ നാഥനെ നഗ്നം ദർശിച്ചപ്പോൾ തൻ തേജസ്സിനെയെങ്ങനെ പകലോ വെളിവാക്കിയിടും ജ്യോതിർവ്യൂഹത്താൽ പൂർണ്ണമതാം തേജോഗോളം വൃക്ഷത്തിന്മേൽ നാഥനെ ദർശി ചന്ധത പൂണ്ടു ദേവാ ദയുണ്ടാകേണം നാഥ കൃപ തോന്നേണമൻ ഭാരമേറിയ മരക്കുരിശും തോളിൽ ചുമന്നി ഒരു മനുഷ്യനെ ചുവക്കാവുന്നതിലും അപ്പുറമുള്ള ഭാരം തോളിലേറ്റി ഗോകുൽത്തായിലേക്ക് നടന്നു കയറുകയാണ് യേശു. കോട്ട കടന്ന് അവൻ പോകുന്ന യാത്രയിൽ അവിടെ കൂടിയ സ്ത്രീകളെല്ലാം വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. തൻ്റെ അമ്മ വിദൂരതയിൽ നിന്ന് തൻ്റെ മകൻ അനുഭവിക്കുന്ന കഷ്ടതകളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നുണ്ട്. എൻ്റെ പുത്ര, നീ ഇതൊക്കെ സഹിക്കാൻ നീ എന്ത് തെറ്റ് ചെയ്തുവെന്ന് അമ്മ മകനെ നോക്കി വിലപിക്കുന്നുണ്ട്. ഏറെ ഹൃദയപൂർവ്വം നാം സ്വീകരിക്കുകയും ഹൃദയസ്പർശിയായി നമ്മൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ആരാധനാഗീതം സ്ലീബ തോളിന്മേൽ താങ്ങി എന്ന ഗാനം. ആരാധനയിലെ ഒന്നാം പ്രദക്ഷിണത്തിൽ നാം ആലപിക്കുന്ന ഈ ഗാനം ഹൃദയപൂർവ്വം ഒരാരാധനയായി സമർപ്പിച്ചുകൊണ്ട് ശ്രവിക്കാം. തോളിന്മേൽ താങ്ങി കോട്ടയെ വിട്ടു പുറപ്പെട്ട നെടുവീർപ്പൊടു നിലവിളി കൂട്ട പ്രായാങ്കനമാ അറിയുന്നോരെ വരുമും നീച്ച അകലത്തായി നിന്നാൾ ജനനീ ബഹുസങ്കടവും വ്യാകുലവും പൂണ്ടവൾ പ്രാവു സമം കീണു
എൻ്റെ പുത്ര, നീ എവിടേക്ക് പോകുന്നു? എൻ്റെ വാത്സല്യവാനേ, നീ എവിടേക്ക് പോകുന്നു? ഇവർ നിന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പ്രാവിനെ പോലെ കുറുകിക്കരയുവാൻ തുടങ്ങി. അയ്യോ, നിഷേധികളായ ജനത്തിൻ്റെ കയ്യിൽ നീ നിന്നെ എന്തിന് ഏൽപ്പിച്ചു കൊടുത്തു? എൻ്റെ പുത്ര, എനിക്കു കഷ്ടം. എൻ്റെ വാത്സല്യവാനേ, എനിക്കു കഷ്ടം. ഇന്ന് നിനക്ക് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്കായുളവായൊരു നിൻ വ്യഥയും താഴ്മയുമതിധന്യം. ഗോകുൽത്തായിൽ യേശുവിനോടൊപ്പം 2 കള്ളന്മാരെ കൂടി കുരിശിച്ചുവെന്ന് വചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരുവൻ യേശുവിനോട് പറയുന്ന വാക്കുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ. നമ്മൾക്കും ഒരു പ്രാർത്ഥന ചൊല്ലുവാനുണ്ട്. മശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് കള്ളനോട് കൂടെ ഞങ്ങളും ചൊല്ലുന്നുവെന്നുള്ള പ്രാർത്ഥന. ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിലെ ആരാധനയുടെ സമാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ ജനം മുഴുവൻ ചേർന്ന് നിന്നുകൊണ്ട് ആലപിക്കുന്നൊരു ഗാനമാണിത്. സ്ലീബയെ വന്ദിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ തലകൾ വണക്കി ബഹുമാനിച്ചുകൊണ്ട് ആലപിക്കുന്ന ഗാനം, ആത്മാക്കളെ രക്ഷിച്ചൊരു മശിഹ നിന്റെ ശ്രീവായെ നമിച്ചു ഞങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്നു എന്ന ഗാനം. അതിനെ തുടർന്ന് അവൻ്റെ കബറടക്കത്തിനു വേണ്ടി ശരീരം കുരിശിൽ നിന്നിറക്കി ജോസഫും നിക്കോദിമോസും നടത്തുന്ന അന്ത്യയാത്ര. അവസാനത്തെ ആ യാത്ര രണ്ടാമത്തെ പ്രദക്ഷിണമായി ദുഃഖവെള്ളിയാഴ്ച ആരാധനയിൽ നാം നടത്തുന്ന പ്രദക്ഷിണ ഗീതവും യൗസേപ്പും നിക്കോദിമോസും ചേർന്ന് അവിടെയുണ്ടായിരുന്ന സുഗന്ധദ്രവ്യങ്ങളും വിലയേറിയ വസ്ത്രങ്ങളും കൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തെ മൂടി ആരെയും ഇതുവരെ അടക്കാത്ത കല്ലറയിൽ കൊണ്ടുപോയി അടക്കുന്ന ഹൃദയപൂർവ്വം ധൂപാർപ്പണങ്ങളോടെ, ആരാധനകളോടെ, പ്രാർത്ഥനകളോടെ പ്രദക്ഷിണ വഴിയായി അവിടെയുള്ള കല്ലറയിൽ, ആരെയും അടക്കാത്ത ഒരു പുതിയ കല്ലറയിൽ അവൻ്റെ ശരീരം വെച്ച് അടക്കിയിട്ട് യൗസേപ്പും നിക്കോദീമോസും പിന്നിലേക്ക് മാറുന്നു. കബറടക്കത്തിലെ ഏറ്റവും അനുഗ്രഹകരമായ ഹൃദയസ്പർശിയായ ഈ ഗാനവും നമുക്ക് ശ്രവിച്ചുകൊണ്ട് ഇതിനാരാധനയായി ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കാം. ആത്മാക്കളെ രക്ഷിച്ചൊരു നിൻ സ്ലീബായെ നമിച്ചങ്ങൾ ചോരനോടൊപ്പം ചൊല്ലുന്നു മശിഹാ, ഓർക്കങ്ങളെ നീ വന്നിടുമ്പോൾ. അരിമത്യാ നാട്ടിൽ ധാർമ്മികനായി വാണ യൗസേപ്പെന്നോതും മാനവനേകൻ മശിഹ തൻ ഗാത്രം പ്രാപിപ്പാൻ ചെന്നു പീലാത്തോസോടായി അർത്ഥിച്ചേവം, വിധിനാഥ നൽക ഭാഗ്യമഹാനിധിയാം രക്ഷകഗാത്രത്തെ സംസ്കാരം ചെയ്യട്ടെ ഞാൻ. അവനെ യൂതന്മാർ തരുവിന്മേൽ തൂക്കി
ജ്ഞാനമോദിപ്പാൻ അതിനെ നൽകാം. ദുഃഖവെള്ളിയാഴ്ച ഹൃദയപൂർവ്വം നാം പാടുകയും നാം ശ്രവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഏതാനും ഗാനങ്ങളാണ് ഇവിടെ ഞാൻ ആലപിച്ചത്. ഒരു സംഗീത പരിപാടിയായിട്ടല്ല ഇവിടെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ഒരാരാധനയായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു നിമിത്തമായി ഇത് ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അവൻ്റെ കഷ്ടാനുഭവത്തെ അവിടെ അവസാനിക്കുന്നതല്ല നമ്മുടെ യാത്ര. അവൻ്റെ ഉയർപ്പ് എന്ന അനുഗ്രഹകരമായ അനുഭവത്തിലേക്ക് ഉയരുവാനും അതിൽ നമുക്ക് സന്തോഷിക്കുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.